ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാളവികയാണെങ്കിൽ നയനെ നോക്കിയിട്ട് ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നയനയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം മാളവികയുടെ ആ ഒരു ഡിസൈൻ മാത്രമല്ലല്ലോ ഇവർ മുൻ മുൻ വെച്ചിരിക്കുന്നത്. മാളവികനെ കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ വന്നിട്ട് വരെ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നയനയ്ക്ക് ഉണ്ട്. ഇനി എങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറി തോറ്റുപോകലോ, മുത്തശ്ശൻ തോറ്റുപോകുമല്ലോ എന്നൊരു ടെൻഷൻ നയനയ്ക്ക് നന്നായിട്ടുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കാകെ മുത്തശ്ശൻ തോറ്റുപോകുന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് അത് മാത്രമല്ല, ഇടത്ത് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കല്ലേ, അപ്പം അതിങ്ങനെ തോറ്റുപോകുമ്പോൾ എനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇടത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും മാതൃശേട്ടനും മുത്തശ്ശനും കഷ്ടപ്പെടേണ്ടേക്കാളും 100 ഇരട്ടി ഏടത്തി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏടത്തി ഇതിൽ ജയിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അനി, ഞാൻ വരച്ച ഡിസൈൻ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്, ജയിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ എല്ലാ ഡെഡിക്കേഷനും അതുപോലെ ഇത്രയും നാൾ ചെയ്ത വർക്കിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഞാനിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒന്നും പറയാൻ പറ്റില്ല, മത്സരമാകുമ്പോഴേക്കും അവരുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് അവർ മാർക്ക് ഇടുന്നത്. മത്സരമാകുമ്പോൾ ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയാണല്ലോ. നമുക്ക് നോക്കാം എന്ന് പറയണം. അങ്ങനെ മൊത്തം 10 ജ്വല്ലറിക്കാരാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ 8 പേര് ആദ്യം തന്നെ അവർ ഡിക്ലൈൻ ചെയ്ത് കളയാണ്. ബാക്കി 2 പേര് AN ജ്വല്ലറിയും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയും മാത്രമേ ഇപ്പോൾ ഉള്ളൂ, നയന ഡിസൈൻസും മാളവിക ഡിസൈൻസും. അപ്പം ഇവർ 2 പേരിൽ ആരാണ് ജയിച്ചിരിക്കുന്നതെന്ന് ആ ഒരു വിധി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിൽ AN ജ്വല്ലറിയും മൂർത്തീസ് ജ്വല്ലറിയും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ആർക്കാണ് ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് കൊടുക്കുന്ന ആളെന്ന് പറയുമ്പോഴേക്കും സെക്കൻഡ് കിട്ടിയ ആൾ മോശമാണെന്നല്ല അർത്ഥം. 2 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ ഒരാൾക്ക് നമുക്ക് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഒരു പൊടിക്ക്, അതായത് ട്രഡീഷണലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഫാഷനിലും അനുസരിച്ച് 2 രീതിയും കൂടി മിക്സ് ആക്കി കൊണ്ടുവന്നേക്കുന്നത് ഒരു ജ്വല്ലറിക്കാരാണ്. അപ്പം ആ ഒരു ജ്വല്ലറിക്കാരെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം മാളവിക അടുത്ത് പറഞ്ഞിട്ട്, മാളവിക താനൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, നമ്മൾ തന്നെയായിരിക്കും അത് എന്ന് പറയാണ്. നവ്യ പുച്ഛത്തോടെ പിന്നെ നിങ്ങൾ എൻ്റെ അനിയത്തി തന്നെ ജയിക്കോടാ, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് AN ജ്വല്ലറി, മൂർത്തീസ് ജ്വല്ലറിയാണ് വിജയിച്ചിരിക്കുന്നത്. നയനാസ് ഡിസൈൻസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഫസ്റ്റ് നയന ഡിസൈൻസ്, മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ആ ഒരു ആവേശത്തിന് പുറത്ത് നവ്യ അറിയാതെ കൈയടിച്ച് പോകുക കേട്ടോ. നവ്യ കൈയടിക്കുമ്പോഴേക്കും നയന ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പി ചോദിക്കേണ്ടത്, നീ എന്തിനാ കൈയടിക്കണത്? നമ്മളല്ല, മൂർത്തീസ് ജ്വല്ലറിയാണ് ജയിച്ചിരിക്കണത്. മൂർത്തി ജ്വല്ലറി എന്നാണ് പറഞ്ഞത്, ഞാൻ AN ജ്വല്ലറി എന്നാണ് കേട്ടത്. കൈയടിച്ച് വെറുതെ നാറ്റമാക്കി. ഈശ്വരാ, നമ്മൾ തോറ്റുപോയല്ലേ. എനിക്ക് ഈ നാണക്കേട് സഹിക്കാൻ വയ്യ, ഞാൻ പുറത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടിരുന്നിട്ട് നമ്മുടെ നവ്യ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അങ്ങനെ എൻ്റെ അനിയത്തി രക്ഷപ്പെട്ടു, എൻ്റെ അനിയത്തി ജയിച്ചു, അവളുടെ അവളുടെ കഠിനാധ്വാനത്തിന് ഫലം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ വല്ലാത്ത സന്തോഷം ഇങ്ങനെ ആവാട്ടോ. നമ്മുടെ നയനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞു പോവാണ്. അപ്പൊ അപ്പിക്കൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട്, ഡേവിഡിനും ദേഷ്യം വരുന്നുണ്ട്. അവർ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നാഗേന്ദ്രന്റെ കോൾ അപ്പൊ തന്നെ ഡേവിഡിനെ വരുന്നുണ്ട്. എന്തായി ഡേവിഡെ അവിടുത്തെ കാര്യങ്ങൾ? നമ്മൾ ജയിച്ചല്ലോ അല്ലേ? സോറി സർ, നമ്മൾ തോറ്റുപോയി. തോറ്റുപോയെന്നോ? എടാ താൻ എന്തൊക്കെയാണ് ഈ പറയണത്? നമ്മൾ തോറ്റുപോയെന്നോ? ഇത്രയൊക്കെ ലോകത്തുള്ള ഒരുപാട് ഡിസൈനേഴ്സിനെ കൊണ്ടുവന്ന് റെഫർ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ തോറ്റുപോയോ? ആ നയന അവളൊരു ഒരുത്തിയ ഡിസൈൻ ചെയ്തത്, എന്നിട്ട് അവളുടെ മുമ്പിൽ തോറ്റുപോയോ? ഇത് തോറ്റു പോകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ റീസണേ ഉള്ളൂ എന്ന് നാഗേന്ദ്രൻ പറയണം. അപ്പൊ ഡേവിഡ് ചോദിക്കട്ടെ, എന്താ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ആരോ ചാരപ്പണി ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ല സർ. ആകെ അഭിയുണ്ട്, അവന്റെ ഭാര്യ നവ്യുണ്ട്, പിന്നെ മാളവികയുണ്ട്, ഞാനുണ്ട്, അവന്തിക മാഡം ഉണ്ട്. വേറെ ആരും ഇല്ല, വേറെ ആർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ശരി, ഇത്രയും പേരിൽ ആരെങ്കിലും ആയിക്കൂടെ? സർ ഉദ്ദേശിക്കുന്നത് നവ്യേനെയാണോ എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ, നവ്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ അബിയുടെ ഭാര്യയാണല്ലോ, അവനെ നേട്ടുണ്ടാവുന്നത് അവൾക്കും കൂടിയാണല്ലോ. എനിക്ക് സംശയം ആ മാളവികേനെയാണ്. ചില സംശയങ്ങൾ എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്, പക്ഷെ
പക്ഷേ അവളുടെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ അവൾ ആ കമ്പനി തന്നെ എടുത്തത്. എനിക്ക് സംശയം അവളൊരു സ്പൈ വർക്കാണോ എന്ന്. മൂർത്തീസ് ജ്വല്ലറിയുടെ സ്പൈ വർക്ക്. അവളുടെ അച്ഛനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. മുമ്പ് മൂർത്തീസ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാ മൂർത്തി സാറിന്റെ വലങ്കൈ. അപ്പൊ അവിടുത്തെ സ്പൈ വർക്കർ തന്നെ. തൂക്കിയെടുത്തോണ്ട് വാടാ അവളെ നമ്മുടെ ആ ഗോഡൌണിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മാളവികനെ ഡേവിഡും അതുപോലെ തന്നെ അബിയും കൂടി ചേർന്ന് അവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോട്ടെ. അപ്പം മാളവികക്ക് ആദ്യം ഒന്നും മനസ്സിലാവില്ല. പിന്നീട് മാളവികക്ക് മനസ്സിലാവുണ്ട് മാളവിക അവരെ ചതിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടാണ് ഇവർ മാളവികനെ തൂക്കി എന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. മാളവികക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പം ഡേവിഡ് പറയണ്ട്, എടി നീ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി വന്നതാണല്ലേ. ഇവിടെ നിന്ന് ഉപ്പും ചോറും കഴിച്ചിട്ട് കൂറ് അവിടെയല്ലേ. നീ ആദർശിന്റെ സ്പൈ വർക്കറായിട്ട് നീ ഇവിടെ വന്നതാണല്ലേ ഞങ്ങളെ ചതിക്കാനായിട്ട്. ഇവിടുത്തെ ഡിസൈനൊക്കെ നീ അവർക്ക് ചോർത്തി കൊടുത്തൂലേ? ഇല്ല, ഞാൻ അങ്ങനെ ചോർത്തി കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾ ഡിസൈൻ കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് മത്സരത്തിൽ കിട്ടിയില്ല. പിന്നെ എൻ്റെ അച്ഛനും ഞാനൊക്കെ മൂർത്തി സാറിനെ അത്രമാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഈ നിലയിൽ ഇപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മൂർത്തീസ് ജ്വല്ലറി, മൂർത്തിയും ആദർശ് സാർ ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ കമ്പനി ഞാൻ 1.5 മാസം പണിയെടുത്തു. ആ സാലറി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട ആ സാലറി. നിങ്ങൾ കൊള്ളയും കൊലയും ചെയ്തുണ്ടാക്കിയ പൈസ എടുത്താലേ അർക്കും. അത് നിങ്ങൾ തന്നെ എടുത്തോ. ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ എനിക്കുണ്ട്. എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ഉണ്ട്, അത് മതി. ഓഹോ, നിനക്ക് അത്ര അഹങ്കാരമോ? നീ ജീവനോടെ ഇന്ന് പോവില്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാളവികനെ ഡേവിഡ് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ കറക്റ്റായിട്ട് വരുവാണ് ആദർശം. ആദർശം വന്നിട്ട് ഡേവിഡിന്റെ മുഖത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 അടി മാറ്റി മാറി അടിക്കുക കേട്ടോ. എന്നിട്ട് മാളവികേനെ അവിടുന്ന് കെട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. ആദർശിന് ഈ വിവരങ്ങൾ കറക്റ്റായിട്ട് ഈ മാളവികനെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയെന്നുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം നവ്യ കേട്ടോ. നവ്യ തന്റെ കൂട്ടുകാരി വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നവ്യ കൂട്ടുകാരത്ത് പറയുന്നുണ്ട് മാളവികനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇന്ന സ്ഥലത്താണ് മാളവികനെ കൊണ്ടുപോയെന്ന് നമ്മുടെ നവ്യ അബിയുടെ ആ വായിൽ നിന്ന് അറിയുന്നുണ്ട്. അത് അങ്ങനെയാണ് കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആദർശ് അവിടെ വരികയും ഡേവിഡിനെ ചാവിട്ടി കൂട്ടി ഇഞ്ച പരിവാക്കിയിട്ട് നമ്മുടെ മാളവികേനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും മാളവികയുടെ അവിടുത്തെ ജോലി അങ്ങോട്ട് തീർന്നു കേട്ടോ. AN ജ്വല്ലറി കൂപ്പുകുത്തി നേരെ നിലത്തേക്ക്. ഇനി അവർക്ക് അവിടെ നിന്ന് ഒരു തിരിച്ചു വരവുണ്ടാവില്ല. പിന്നീട് ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ നാഗേന്ദ്രനാണ് എന്ന് മനസ്സിലാവേണ്ടത്. നാഗേന്ദ്രൻ ആ സമയത്ത് അവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാളവികയുടെ അടുത്തേക്കുണ്ട്. മാളവിക അടുത്ത് പറയുന്നുണ്ട്, എടി ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഞാനാണ് നാഗേന്ദ്രൻ. AN ജ്വല്ലറിയുടെ അതായത് നാഗേന്ദ്രൻ, കിങ് ഓഫ് കോബ്ര. ഈ AN ജ്വല്ലറി എന്ന പ്രസ്ഥാനം എൻ്റെ ആടി. മൂർത്തീസ് ജ്വല്ലറിനെ തോപ്പിച്ച് തൊപ്പിയിടുക, അതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു വരുന്ന നാഗേന്ദ്രനിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ടെന്നാണ് ആദർശ്. നാഗേന്ദ്രനും ആദർശും മുഖാമുഖം കാണുന്ന ഒരു എപ്പിസോഡ്സ് ആണ് ഈ ആഴ്ച മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാഗേന്ദ്രൻ ആദർശിനെ വെല്ലുവിളിക്കുന്നുണ്ട്, ആദർശ് തിരിച്ച് നാഗേന്ദ്രനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മാളവിക രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പോണത്. നാഗേന്ദ്രനെ മാത്രമല്ല, നമ്മുടെ അബി നാഗേന്ദ്രനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ഈ എരണംകെട്ട കാലെടുത്ത് വെച്ചപ്പോ തന്നെ AN ജ്വല്ലറി മുടിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബീനെയും കുറ്റം പറഞ്ഞ അബീനെയും AN ജ്വല്ലറിന്ന് പുറത്താക്കി. AN ജ്വല്ലറിയേ ഇനിയില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.